രാജസ്ഥാനിലെ കോട്ടയിൽ നിന്നുള്ള എം.പി. ഓം ബിർള തുടർച്ചയായി രണ്ടാം തവണയാണ് സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഓം ബിർളയെ സ്പീക്കറാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവതരിപ്പിച്ച പ്രമേയം സഭ ശബ്ദ വോട്ടോടെയാണ് പാസാക്കിയത്. പ്രതിപക്ഷം ഡിവിഷൻ വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടിരുന്നില്ല. മാവേലിക്കര എം.പി. കൊടിക്കുന്നിൽ സുരേഷായിരുന്നു ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി. ഓം ബിർളയുടെ പേര് നിർദ്ദേശിച്ച് 13 പ്രമേയങ്ങളുണ്ടായിരുന്നു. കൊടിക്കുന്നിൽ സുരേഷിന്റെ പേര് നിർദ്ദേശിച്ച് 3 പ്രമേയങ്ങളുമെത്തി. ആദ്യം നാമനിർദ്ദേശം ചെയ്യപ്പെട്ടയാളെ ലോക്സഭാ സ്പീക്കർ ആക്കണമെന്ന പ്രമേയമാണ് നരേന്ദ്രമോദി സഭയിൽ അവതരിപ്പിച്ചത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അതിനെ പിന്താങ്ങി. ഇതാണ് ശബ്ദ വോട്ടെടുപ്പിന് പരിഗണിച്ചത്. ആദ്യ പ്രമേയം പാസ്സായതിനാൽ മറ്റ് പ്രമേയങ്ങൾ വോട്ടെടുപ്പിന് പരിഗണിച്ചില്ല. 18ാം ലോക്സഭയുടെ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട ഓം ബിർളയെ ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും അംഗങ്ങൾ എഴുന്നേറ്റ് നിന്ന് അനുമോദിച്ചു. സ്പീക്കറെ അദ്ദേഹത്തിൻ്റെ ഇരിപ്പിടത്തിലേക്ക് ആനയിക്കുന്നതിന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പരസ്പരം ഹസ്തദാനം ചെയ്തു. ഭാരതത്തിന് പുതിയ ദിശാബോധം നൽകുന്നതിൽ ഓം ബിർളയുടെ നേതൃത്വത്തിലുള്ള കഴിഞ്ഞ ലോക്സഭ വലിയ പങ്ക് വഹിച്ചതായി നരേന്ദ്രമോദി പറഞ്ഞു. കഴിഞ്ഞ തവണത്തെ പോലെ സഭയെ നയിക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്നും പ്രധാനമന്ത്രി ആശംസിച്ചു. പിന്നാലെ ഓം ബിർളയെ അഭിനന്ദിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയും രംഗത്തെത്തി. ലോക്സഭ ജനങ്ങളുടെ ശബ്ദമുയരുന്ന സ്ഥലമാണെന്ന് രാഹുൽ പറഞ്ഞു. സഭയുടെ അന്തിമ വാക്ക് സ്പീക്കറാണ്. സ്പീക്കറുടെ കടമകൾ നിർവഹിക്കുന്നതിന് എല്ലാ പിന്തുണയുമുണ്ടാകും. സഭയിൽ പ്രതിപക്ഷ ശബ്ദവും മുഴങ്ങേണ്ടതുണ്ട്. അതിന് സ്പീക്കർ അനുവാദം നൽകുമെന്ന് കരുതുന്നതായും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.